ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് ഞാൻ 4 തരം പോള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. 3 എരിവിലുള്ളതും 1 മധുരത്തിലാണ് ചെയ്തിരിക്കുന്നത്. 4 പോളകളും കാണാനുള്ള ഭംഗി മാത്രമല്ല കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഈസിയാണ് കേട്ടോ ചെയ്തെടുക്കാൻ. പോളകൾ പൊതുവേ നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പീസ് അല്ലേ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും കൂടെ ലിങ്ക് ഷെയർ ചെയ്തെടുക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ടാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആദ്യം ചെയ്യുന്ന പോള ബട്ടർ ചിക്കൻ പോളയാണ്. അപ്പോൾ ഇതാ ബട്ടർ ചിക്കൻ പോളയ്ക്ക് വേണ്ടിയിട്ട് 300 ഗ്രാമോളം ബോൺലെസ് ചിക്കനാണ് എടുത്തത്. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാലപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ 1 ടീസ്പൂണോളം കസൂരി മേത്തിയിലെ ഉലുവയുടെ ഇല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ കസൂരി മേത്തി എന്ന് പറയുന്നത് സൂപ്പർ മാർക്കറ്റ് കടയിലൊക്കെ കിട്ടും കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. വിനാഗിരി അതല്ലെങ്കിൽ തൈര് ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാക്സിമം ഒരു 1 അവറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ക്രീം തയ്യാറാക്കണം. അതിനായിട്ട് 1/2 കപ്പോളം പാല് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പാൽപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കോൺഫ്ലോറും പാൽപ്പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണേ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുകയും ചെയ്ത് ഇനി കൈവെക്കാതെ ഇതുപോലൊന്ന് കുറുക്കിയെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഈ സമയത്ത് അങ്ങ് ഓഫ് ചെയ്യണേ. അധികം തിക്ക് കൺസിസ്റ്റൻസി ആവരുത്. ഈ ഒരു ക്രീം കൺസിസ്റ്റൻസി ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഇനി ക്രീം ഫ്ലെയിമിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം ചിക്കൻ മാരിനേറ്റ് ചെയ്തതൊന്ന് നോക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് ചിക്കനിൽ പൊടികളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതിനാണ് ഒരു 1 അവറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണമെന്ന് പറയുന്നത്. അടുത്ത ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ബട്ടറും 1 ടേബിൾ സ്പൂണോളം ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുക. 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ റോ ടേസ്റ്റ് മാറുന്നവരെ നമുക്ക് ഈ ബട്ടറിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഈ ചിക്കനും അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയും ഫ്ലേവർ അതിലേക്ക് പിടിക്കത്തക്ക വിധത്തിലൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ആ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കൻ നന്നായി വെന്തും കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിൽ 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഇനി ഇതൊന്ന് സൈഡിലോട്ടാക്കിയതിന് ശേഷം അതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാന് മാറ്റി കൊടുക്കണമെങ്കിൽ മാറ്റി കൊടുക്കാം കേട്ടോ. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അതേ എണ്ണയിൽ തന്നെ 1 ടീസ്പൂണോളം ചെറിയ ജീരകം ഇല്ലേ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അതുപോലെ ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴണ്ടി വരുമ്പോൾ ഒരു വലിയ തക്കാളി അതിൻ്റെ ഉള്ളിൽ ആ ഫ്ലഷൊക്കെ മാറ്റിയിട്ട് അതുകൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്തതിന് ശേഷം പിന്നെ സെപ്പറേറ്റ് വഴറ്റണം എന്നില്ല. ചിക്കനും എല്ലാം കൂടി ഒന്ന് ഒന്നിച്ചിട്ടങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഒരു നുള്ളു കസൂരി മേത്തി വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമുക്ക് ബട്ടർ ചിക്കൻ മസാലയ്ക്ക് അതിന് വേണ്ടിയിട്ടാണ്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ ഞാൻ കുറച്ചുകൂടെ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് 1/2 ടേബിൾ സ്പൂണോളം നമ്മൾ മാറ്റി വെച്ച ക്രീമിൽ നിന്ന് കുറച്ചെടുത്തിട്ട് 1/2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം. ഇനി ഇതാ മല്ലിയില ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തത് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ഒരു 4 മുട്ട മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ മുട്ടയാണെങ്കിൽ 3 മതി കേട്ടോ. ഞാൻ ചെറുതായതുകൊണ്ടാണ് 4 ചേർത്ത് കൊടുത്തത്. ഇനി 1/2 കപ്പോളം പാൽ കൂടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുട്ടയും പാലും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഇതുപോലൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 കപ്പ് മൈദപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. മൈദപ്പൊടി കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ, ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം അടിച്ചെടുക്കാൻ. ഇതേപോലെ തന്നെ ലൂസ് കൺസിസ്റ്റൻസി ആയാലാണ് കറക്റ്റ് പാകത്തിന് കിട്ടുള്ളൂ പോള കേട്ടോ.
ഇനി പോള സെറ്റ് ചെയ്യുന്ന പാത്രം വെക്കുന്നതിന് മുൻപേ ഇതുപോലെ ഒരു ഫ്ലെയിം കൺട്രോളറോ അതല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു ഫ്രൈങ് പാനായിട്ടോ വെച്ച് കൊടുക്കണേ. എന്നാലത് നല്ല പെർഫെക്ഷനിൽ നമുക്ക് പോള അടിവശം കരിയാതെ കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി ഇതാ ഞാനൊരു സോസ് പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ബട്ടർ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. ബട്ടറും തേച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, കൂടിപ്പോവരുത്, അന്നേരം അതിൻ്റെ അടിവശം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ വഴിയുണ്ട്. ഇപ്പോൾ ഇതാ മുഴുവനും എല്ലാ ഭാഗവും തടവി കൊടുത്തതിന് ശേഷം നമ്മൾ കലക്കി വെച്ച മാവ് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി കംപ്ലീറ്റ് അതിലേക്കങ്ങ് ഒന്നിച്ചെന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ മാറ്റി വെച്ച മസാലയില്ലേ, അത് ബട്ടർ ചിക്കൻ മസാല, അത് നമുക്ക് ഇതിലേക്കങ്ങ് എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കൈ വെച്ച് തന്നെ എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കുന്നതിന് മുൻപായിട്ട് മസാല തയ്യാറാക്കിയാൽ നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഈവണായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ ഭാഗത്തും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂണോ സ്പാച്ചുലയോ വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് വശത്തൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക. കാരണം ആ മാവ് കറക്റ്റ് പാകത്തിന് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് സൈഡൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക. ഇനി ഒന്ന് വെറുതെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം അതിലെന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഔട്ടാകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇതിൻ്റെ കുക്കിംഗ് ടൈം ഞാൻ കറക്റ്റ് പറയുന്നില്ല കേട്ടോ. ഓരോരുത്തരുടെ ഫ്ലെയിമിൻ്റെ ഇതിനനുസരിച്ചിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. എൻ്റേത് ഏകദേശം 30 മിനിറ്റോളം ആയിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അടിയിലൊരു പാന് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞത്. കാരണം നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്താൽ ലൂസ് കൺസിസ്റ്റൻസിയുള്ള ബാറ്റർ അല്ലേ, അപ്പോൾ പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ വഴിയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ അടച്ചു വെച്ച് കൊടുക്കുമ്പോഴും ഗ്ലാസ് ലിഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ അതിനൊരു ഹോൾസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് ഏതെങ്കിലും ഒരു ഫോയിൽ പേപ്പറോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കണേ. അതല്ലെങ്കിൽ പിന്നെ കറക്റ്റ് മുകൾ ഭാഗം ആയി കിട്ടത്തില്ല. ഇപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു ഭാഗം ഒന്നിങ്ങനെ വലിഞ്ഞ് വരുന്ന സമയം ഏകദേശം ഒരു 5 മിനിറ്റോളം ആയ സമയത്ത് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഞാൻ ഇതുപോലൊരു തക്കാളി റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. അത് മുകളിലുള്ള ആ ബട്ടർ ചിക്കൻ്റെ ആ മസാല ഉണ്ടല്ലോ, അങ്ങനെ മതിയെങ്കിൽ അങ്ങനെ മാത്രം വെച്ചാൽ മതി. ഞാൻ കാണാനുള്ളൊരു ഭംഗിക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ആയി വരാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഇപ്പോൾ 5 മിനിറ്റല്ലേ ആയിട്ടുള്ളൂ. ഇനി ഒന്നുകൂടെ ഒന്ന് അതിൻ്റെ ഉൾവശമൊക്കെ വെന്ത് വരട്ടെ. ഇനി ഇതാ സെൻറ്റർ ഭാഗം ഒന്ന് കുത്തി നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു എനിക്ക്. ഇപ്പോൾ ഇത് അതിൽ ഒട്ടും പിടിച്ചിട്ടില്ല. അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ കത്തിയോ സ്ക്യൂറോ വെച്ച് കുത്തി നോക്കുമ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടില്ല, വെന്തെന്ന് അർത്ഥം കേട്ടോ. അപ്പോൾ ഇനി ഇതാ ഇതിൻ്റെ സൈഡ് വശമൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വേറൊരു ഫ്രൈങ് പാനിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് വാടി വരുന്ന ആ ഒരു ടൈം, അത്രയും കൂടുതൽ സമയമൊന്നും വേണ്ട. ഇപ്പോൾ ഇതാ ഇതുപോലെ ആ ഫ്ലെയിം കൺട്രോളിൻ്റെ മുകളിൽ തന്നെയാണ് ഞാൻ വെച്ച് കൊടുത്തതും കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടോ, ആ ഭാഗമൊന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയി വന്നിട്ടുണ്ട്. ആ തക്കാളി ഒന്ന് വാടി വന്നാൽ മതി, കൂടുതലൊന്നും വേവിക്കണം എന്നില്ല. ഞാൻ ആ ഫ്ലെയിം കൺട്രോളിൻ്റെ മുകളിൽ തന്നെയായിരുന്നു ഫ്രൈങ് പാൻ വെച്ചത്. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അതിൻ്റെ ഉൾവശം കൂടെ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, നല്ല ജ്യൂസിയും ടേസ്റ്റി ആയിട്ടുള്ള പോളയായിരുന്നു. അപ്പോൾ ഈ ബട്ടർ ചിക്കൻ പോള നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത പോള മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെ കടലപ്പരിപ്പ് പോള. കടലപ്പരിപ്പ് പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് വെള്ളമൊഴിച്ചൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് കുതിർത്തി ഒരു 3 മണിക്കൂറെങ്കിലും മാക്സിമം കുതിർത്തി വെക്കണേ. അതുപോലെ കടലപ്പരിപ്പ് തന്നെ എടുക്കേണ്ടത്. സാധാരണ നമ്മൾ സാമ്പാർ പരിപ്പ് എടുക്കരുത്, ഈ കടലപ്പരിപ്പിലാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. എന്നിട്ട് ഇത് ലാസ്റ്റ് വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കണം. നമുക്കൊരു 3 മണിക്കൂറെങ്കിലും മാക്സിമം ഇതൊന്ന് കുതിർന്ന് കിട്ടണം കേട്ടോ. എന്നിട്ട് വേണം ഇത് വേവിച്ചിട്ട് അരച്ചൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിറയെ വെള്ളം ഒഴിച്ചിട്ട് വെക്കുന്നുണ്ട്. ഇത് കടലപ്പരിപ്പായതുകൊണ്ട് തന്നെ വേവാൻ കുറച്ച് താമസിക്കുമല്ലോ, അപ്പോൾ ഇതിങ്ങനെ കുതിർത്തിയിട്ട് വേവിക്കുന്നത് തന്നെ നല്ലത്. ഇപ്പോൾ ഇതാ 3 മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാനിലോട്ട് ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതൊരു സോസ് പാനിലിട്ടിട്ടാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എളുപ്പത്തിന് വേണമെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുത്താലും മതി കേട്ടോ. പക്ഷേ കുക്കറിലിട്ട് വേവിച്ചെടുക്കുമ്പോൾ ഒറ്റ വിസിൽ തന്നെ അത് എടുക്കാൻ നോക്കണം, അധികം അങ്ങ് വെന്തൊടയരുത്. അപ്പോൾ അതിനുള്ള എളുപ്പ വഴി ഇങ്ങനെ വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇനി ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് സാധാരണ നമ്മൾ വേവിച്ചെടുക്കുന്നില്ല അതേപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കൂടുതലാവരുത് ഉപ്പിടുമ്പോൾ. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പം കടലപ്പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും വെന്താൽ മതി, അധികം അങ്ങ് വെന്ത് ഉടക്കരുത്. അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വേവിക്കേണ്ട ഇതുപോലെ സോസ് പാനിൽ വേവിച്ചെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നോക്കി ചെയ്തെടുക്കാമല്ലോ. ഇനി ഇത് തണുക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് ഞാൻ ഒരു സ്ട്രെയിനറിലിട്ടിട്ട് ഇതിനെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒട്ടും വെള്ളം ഇല്ലാതെ എടുക്കാൻ ശ്രദ്ധിക്കണേ കടലപ്പരിപ്പ്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. തണുപ്പിച്ചതിന് ശേഷം വേണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ.
ഇനി ഒരു 1/4 കപ്പോളം പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പഞ്ചസാരക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം കേട്ടോ. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ പഞ്ചസാരയുടെ അളവ് അങ്ങ് കുറച്ച് കൊടുത്താൽ മതി. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട്. ഇനി ഒരു 1/2 കപ്പോളം പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽ ഈ സമയത്ത് ഞാൻ മുഴുവൻ ചേർക്കുന്നില്ലേ, കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കാൻ പറ്റും. കൂടുതൽ പാലാകുമ്പോൾ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടല്ല. പിന്നെ അത് മാത്രമല്ല മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ നോക്കിയിട്ട് പാല് ചേർത്ത് കൊടുക്കുന്നതാണ് ബെറ്റർ. ഇനി ഇതൊന്ന് അരച്ചെടുക്കട്ടെ. ഇതുപോലെ വേണം കടലപ്പരിപ്പ് അരച്ചെടുക്കാൻ. നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 5 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇപ്പോൾ ഇത് 5 മുട്ടയും മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക പൗഡർ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. മുട്ടയുടെ ആ സ്മെല്ലൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് ഇത്രയും പാല് ബാക്കി വന്നിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് ബാക്കി ചേർത്ത് കൊടുക്കുക പാല് കേട്ടോ. ഇനി ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരട്ടെ. ഇപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണുള്ളത്. ഇനി ഇതിലോട്ട് ബാക്കി വന്ന ആ പാലില്ലേ അതുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് അരച്ചതിന് ശേഷം കുറച്ച് മധുരം കുറവ് തോന്നിയിട്ട് ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണേ, വേവിക്കുമ്പോൾ കടലപ്പരിപ്പ് വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തതല്ല. അതുപോലെ കുറച്ച് വാനില എസൻസ് കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. മുട്ടയുടെ ആ സ്മെല്ലിങ്ങനെ മുന്നിട്ട് നിൽക്കുന്ന പോലെ തോന്നിയിട്ട് ചേർത്ത് കൊടുത്തത് തന്നെ. ഇനി രണ്ടാമത് ചേർത്ത ചേരുവകളെല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കട്ടെ. ഇപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാൻ. അധികം അങ്ങ് ലൂസും ആവരുത്, അധികം അങ്ങ് തിക്കുവാത്തൊരു കൺസിസ്റ്റൻസി. ഇനി നമ്മൾ ഏത് പാനിലാണോ സെറ്റ് ചെയ്യുന്നത് അതേ പാനിലോട്ട് തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഗീ തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്ക് റൈസിൻസും കാഷ്യും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത് തന്നെ. എണ്ണ ചൂടായി വരുമ്പോൾ യെല്ലോ റൈസിൻസ് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. റൈസിൻസൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇനി യെല്ലോ റൈസിൻസും കാഷ്യൂ നട്ട്സിനും പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ കടലപ്പരിപ്പ് വേവിച്ചെടുക്കുന്ന സമയത്ത് കുറച്ചങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് അത് വെച്ച് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഒന്ന് അലങ്കരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് രണ്ടും, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത് തന്നെ വേണമെന്ന്. ഇപ്പോൾ ഇത് നന്നായിട്ട് ബബിൾസായി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്നിങ്ങോട്ട് കോരി മാറ്റാം. ഇനി ഇതിലോട്ട് കാഷ്യൂ നട്ട്സും ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട്സ് ഞാൻ 2ആയിട്ട് പിളർന്നിട്ട് തന്നെ ഇട്ട് കൊടുത്തത്. അതാകുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ടങ്ങ് പതിഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരെ പിളർന്നിട്ട് തന്നെ ഇട്ട് കൊടുത്തത്. കാഷ്യൂ നട്ട്സും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതും നമുക്ക് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റാം. അധികം അങ്ങ് കളറ് മാറിയൊന്നും ചുവക്കൊന്നും ഫ്രൈ ചെയ്യണ്ട കേട്ടോ. ഇനി നമ്മൾ ഈ എണ്ണയിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം 1 ടീസ്പൂണോളം ഉണ്ടാവും. അത് നമുക്ക് ഈ പാനിൻ്റെ 4 വശത്തോട്ടും നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി കടലപ്പരിപ്പിൻ്റെ മിക്സ് ഇല്ലേ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട്. കാരണം കടലപ്പരിപ്പ് ചിലപ്പോൾ അടിയിൽ പോയിട്ട് പാലൊക്കെ മുകളിലായിട്ടൊക്കെ നിൽക്കും. അപ്പോൾ ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇനി സോസ് പാനിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഇതുപോലെ ഒന്നിങ്ങനെ തട്ടിക്കൊടുക്കണേ. അതെന്തിനാന്ന് പറഞ്ഞാൽ എയർ ബബിൾസ് കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗം വല്ലാണ്ട് ഡോട്ട്സ് പോലെ ആയിട്ട് ഒരു വൃത്തി ഉണ്ടാവില്ല ഇത് കാണാൻ കേട്ടോ പോള. അപ്പോൾ എന്തായാലും അതൊന്ന് ചെയ്യാൻ ഇനി ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിലിട്ട ഉപയോഗിക്കുന്നെങ്കിൽ അതിനൊരു ഹോൾസ് ഉണ്ടാവുമല്ലോ, അത് ഒരു ഫോയിൽ പേപ്പറോ എന്തെങ്കിലും വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കണേ. എന്നാലന്ന് പെർഫെക്റ്റായിട്ട് ആയി കിട്ടുള്ളൂ. ഇനി ഇതുപോലൊരു ഫ്ലെയിം കൺട്രോളർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അടി പെട്ടെന്ന് കരിയാതെ കിട്ടും കേട്ടോ. ഇനി ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് പഴയ ഉപയോഗിക്കാത്ത ഏതെങ്കിലും നോൺ സ്റ്റിക്കിൻ്റെ തവ ഉണ്ടാവില്ല, അത് വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഇതന്നെ വെച്ച് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ഫ്ലെയിം കൺട്രോളർ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. കാരണം പാലും മുട്ടയും കടലപ്പരിപ്പൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ വഴിയുണ്ട്. അതുകൊണ്ട് ഫ്ലെയിം താഴ്ത്തി വെച്ചിട്ട് മാക്സിമം നിങ്ങൾക്ക് എത്ര താഴ്ത്തി വെക്കാൻ പറ്റുമോ അത്രയും താഴ്ത്തി വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഇനി കുറച്ച് സമയത്തിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പം അതിനൊന്ന് വലിഞ്ഞ് വരുന്ന സമയത്ത് വേണം ഇതിൻ്റെ മുകളിലോട്ട് കാഷ്യൂ നട്ട്സും റൈസിൻസും വെച്ച് കൊടുക്കാൻ. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് വെച്ച് കൊടുത്താൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങ് അടിവശത്തേക്ക് അങ്ങ് താണു പോകും. അതുകൊണ്ട് ഇതൊന്ന് വലിഞ്ഞ് വരുന്ന സമയത്ത് വേണം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതിങ്ങനെ മുഴുവനായിട്ട് റൈസിൻസും കാഷ്യൂ നട്ട്സും ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഈ റൈസിൻസിനും കാഷ്യൂ നട്ട്സിനും പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കടലപ്പരിപ്പ് ആ വേവിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി അരച്ചെടുത്തിട്ട്
ബാക്കി വന്നത് ഇതിലിങ്ങനെ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റൈസിൻസും കാഷ്യൂനട്ട്സും കയ്യിലില്ലെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാമെന്ന് പറയായിരുന്നേ. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. എൻ്റെ ഫ്ലെയിമിൽ ഇതൊരു ഏകദേശം ഒരു അരമണിക്കൂറോളം ആയിട്ടാണ് വെന്ത് വന്നത്. അപ്പോൾ നിങ്ങളത് ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ചിട്ട് ടൈമൊക്കെ വ്യത്യാസപ്പെടും കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം 25 മിനിറ്റ് ആയപ്പോഴേക്ക് ഇതിൻ്റെ സൈഡ് വശമൊക്കെ കണ്ടോ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. വിട്ട് വരുമ്പോൾ ഇനി നമുക്കതിൻ്റെ സെൻറ്റർ ഭാഗത്തൊക്കെ ഒന്ന് വെന്തിനൊന്ന് നോക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ കത്തിയോ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. എന്നിട്ട് കണ്ടോ അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ അത് വെന്ത് എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ അടിവശം സാധാരണ പോളയൊക്കെ വേവിക്കുന്നത് പോലെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൻ്റെ മുകൾ വശം വരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതാണ് ഈ പോളയുടെ പ്രത്യേകത കേട്ടോ. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. സാധാരണ നമ്മൾ മറ്റ് പോളകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ നമ്മളൊന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കുമല്ലോ. അപ്പോൾ ഇതിന് അതിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട്. കണ്ടോ സൈഡ് വശമൊന്നും ഒട്ടും കരിഞ്ഞിട്ടില്ല. അടിവശം വരെ നന്നായിട്ട് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഒരു ഫ്ലെയിം കൺട്രോളർ വെച്ചാൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയി കിട്ടും. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കടലപ്പരിപ്പ് പോളം ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ ഈസി ആയിരുന്നില്ലേ. ഇനി അടുത്തത് വയനാട് സ്പെഷ്യൽ ചൊറപ്പത്തിരി എന്ന് പറയുന്നില്ലേ, അതാണ്. അപ്പോൾ ചൊറപ്പത്തിരിക്ക് വേണ്ടിയിട്ട് ഇതാ 1 കപ്പ് കൈമ റൈസാണ് എടുത്തത്. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്നില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. പച്ചരിയിലും എടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി കുതിർത്തിയെടുക്കുക. അതിനെ ഞാൻ കഴുകി എടുത്ത് കൊണ്ടുവരട്ടെ. ഇപ്പോൾ ഇതാ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു മാക്സിമം ഒരു 4 മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റാണ് വെക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടും. ഇനി ഇതങ്ങോട്ടേക്ക് അടച്ചു വെച്ച് അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തത് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 200 ഗ്രാമോളം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണേ. ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണിൻ്റെ പകുതി ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് പൊടികളൊക്കെ ചിക്കനിലൊന്ന് പുരട്ടി വെക്കാം. എന്നിട്ട് ഇതൊരു 1 അവറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് അടച്ചങ്ങോട്ട് മാറ്റി വെക്കട്ടെ. ഇപ്പോൾ ഇതാ ചിക്കനിലോട്ട് പൊടികളൊക്കെ നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഓവർനൈറ്റ് ആയിരുന്നു വെച്ചത് ഇതും. അപ്പോൾ ഇത് വെക്കുന്ന അതേ സമയത്ത് തന്നെ ഇതുപോലെ ഞാൻ ചിക്കൻ്റെ നീളത്തിൽ കുറച്ച് പീസുകൾ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അത് നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് കുരുമുളകും മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒരു പാനിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ചിക്കനാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതേ എണ്ണയിൽ തന്നെയാണ് മസാലൻ്റെ ബാക്കിയുള്ള എല്ലാം ഞാൻ വഴറ്റിയെടുക്കുന്നതും. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയും ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നിങ്ങോട്ട് മാറ്റാം. ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് കേട്ടോ. ഇനി നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചതില്ലേ, ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ആ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതില്ല, അത് തന്നെ ഇങ്ങനെ മുകളിൽ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ അതിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. ഞാൻ പിന്നെ ഇതൊരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ഇനി ഇത് അധികം ഫ്രൈ ആയി പോകരുത്. അപ്പോൾ അതൊരു വല്ലാണ്ട് പൊരിഞ്ഞിട്ട് നമുക്ക് പാകത്തിന് കിട്ടുന്നത്. ഇതിങ്ങനെ ഫ്ലെക്സിബിളായിട്ട് കിടക്കണം. അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ആകുമ്പോൾ മാറ്റാം. ഇനി അതേ എണ്ണയിൽ തന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ തന്നെ വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. പേസ്റ്റായിട്ട് തന്നെ വേണമെന്നില്ല, ക്രഷ് ചെയ്തിട്ട് കൊടുത്താലും മതി. അതുപോലെ ഒരു 5 or 6 പച്ചമുളകും വട്ടത്തിലരിഞ്ഞത് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതേ മസാലയിൽ തന്നെ 2 ഉള്ളി വലിയത് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വഴറ്റി കിട്ടാൻ ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഉള്ളി ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഭയങ്കര ഗോൾഡൻ ബ്രൗൺ നിറമൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റി കിട്ടിയാൽ കേട്ടോ. ഇനി ഇതാ 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഗരം മസാലപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗരം മസാലപ്പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കണേ, നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒക്കെ ഇട്ടല്ലേ. ഇനി ഫ്രൈ ചെയ്ത ചിക്കൻ കൂടെ ഈ ഉള്ളിയിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം മല്ലിയില കൂടെ ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ആ മല്ലിയുടെ ഫ്ലേവറൊക്കെ ഒന്ന് ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതാ നന്നായിട്ട് ചിക്കനിലോട്ട് ആ മല്ലിയുടെയും ആ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അത് പിടിച്ചിട്ടുണ്ട്. ഒന്ന് തണുത്ത് വരാൻ വേണ്ടി അങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതാ ഒരു അരമുറി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഏലക്ക ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് പാലെടുക്കണം, തേങ്ങാപ്പാൽ. അതിന് വേണ്ടി ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ കുറുകിയിട്ടുള്ള ഒരു പാലെടുത്താൽ, അല്ലാണ്ട് 1-ാം പാൽ 2-ാം പാലൊന്നും വേണ്ട. ഇനി ഇതും അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്ക് ഇതാ അരി കുതിർന്നൊന്നും നോക്കാം. ഇനി ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഞാൻ വെള്ളം കഴുകി കുതിർത്തത് കൊണ്ട് തന്നെ വെള്ളം അങ്ങോട്ട് മാറ്റിയാൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഇതിലുള്ള വെള്ളം അങ്ങോട്ട് മാറ്റിയിട്ടേ. ഇപ്പം നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞതുപോലെ ഒരു 4 മണിക്കൂറെങ്കിലും മാക്സിമം കുതിരാനായിട്ട് വെക്കണം. അതിലേക്ക് ഓവർനൈറ്റ് വെച്ചാൽ മതി. ഇനി ഇത് മുഴുവനും ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3 മുട്ട അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം.
ഇനി നമ്മൾ മാറ്റി വെച്ച ആ പാലില്ലേ, തേങ്ങാപ്പാൽ, അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിക്കണ്ട, ഏകദേശം ഒരു അരക്കപ്പോളം പാൽ കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. മുട്ടയുടെയും ആ തേങ്ങാപ്പാലിൻ്റെയും ആ ഒരു ഇത് മാത്രമേ വേണ്ടൂ കേട്ടോ. ഇതുപോലെ നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കാനും ശ്രദ്ധിക്കുക. അതുപോലെ കട്ടി കൂടാൻ പാടില്ല, നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇതിപ്പോൾ കുറച്ച് കട്ടിയുള്ള ഞാൻ 1 ടേബിൾ സ്പൂണോളം തേങ്ങാപ്പാലിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പോരെങ്കിൽ എത്ര വേണോ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായി. ഇനി കഴിഞ്ഞ പോള ചെയ്തതുപോലെ തന്നെ ഫ്ലെയിം കൺട്രോളർ വെച്ചിട്ട് വേണം അതിൻ്റെ മുകളിൽ വേണം വെച്ച് കൊടുക്കാം. പഴയ തവ ഏതായാലും നേരത്തെ വെച്ചതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് ഗീ ഒന്ന് അതിൻ്റെ സൈഡ് വശത്ത് ഒന്ന് തടവി കൊടുക്കുക, അതൊന്ന് പെട്ടെന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച ആ മാവില്ലേ, അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം അതിൻ്റെ അര ഭാഗം ഒഴിച്ചു കൊടുക്കുക, മുഴുവൻ ഒഴിക്കരുത്. എന്നിട്ട് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമ്മൾ മാറ്റി വെച്ച മസാലയില്ലേ, അതും ഇതുപോലെ തന്നെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തും ആവുന്ന രീതിക്ക് വേണം ഇട്ട് കൊടുക്കാൻ. കംപ്ലീറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പാച്ചിലയോ സ്പൂണോ വെച്ച് ഒന്നിങ്ങനെ ഇതുപോലെ ഒന്ന് പതുക്കെ തട്ടിക്കൊടുത്തതിന് ശേഷം ബാക്കി വന്ന മാവ് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് മിക്സ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അത് ആറി വരാനൊന്ന് വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ, അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അത് മിക്സ് ചെയ്ത സമയത്ത് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയില ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചെറുതായി കട്ട് ചെയ്തിട്ട്. ഇനി ഇതൊന്ന് വലിഞ്ഞു വരുന്ന സമയത്ത് വേണം നമുക്ക് നമ്മൾ മാറ്റി വെച്ച ആ ചിക്കനിലെ നീളത്തിലായിരുന്നു അത് വെച്ച് കൊടുക്കുക. അത് അലങ്കാരത്തിനുള്ള. അതുപോലെ നിങ്ങൾ ടോപ്പിന് ഹോൾസ് ഉള്ള മറ്റേ ഗ്ലാസ്സിലാണെങ്കിലും ഒരു ഹോൾസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതെന്തെങ്കിലും വെച്ച് അടച്ചു കൊടുക്കണേ. ഫോയിൽ പേപ്പറോ എന്തെങ്കിലും കടലാസോ വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഇനി ഇതാ 10 മിനിറ്റിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ഒന്ന് വലിഞ്ഞു വരുന്നുണ്ട്. ആ സമയത്ത് വേണം നമുക്കിതാ ഈ മാറ്റി വെച്ച ചിക്കനില്ല അത് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്, ഞാനൊരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷനോ കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ കാണാനൊരു ഭംഗിക്ക് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ക്യൂബ്സായി കട്ട് ചെയ്തതില്ലേ, അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചാലും മതി. എന്നിട്ട് ആ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം നിർബന്ധമില്ല, ടേസ്റ്റുള്ള ഒന്നല്ലേ, പക്ഷേ കാണാനുള്ള ഒരു ഭംഗിക്ക് ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ. ഇനി കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് വീണ്ടും ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. പിന്നെ ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ചിട്ട് ഇത് ടൈം വ്യത്യാസവും കേട്ടോ. ഏകദേശം എൻ്റെ ഒരു അരമണിക്കൂറിൻ്റെ മേലെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഫ്ലെയിം ഓരോരുത്തരുടെ അനുസരിച്ചിട്ട് മാറും. അപ്പോൾ ഇനി ഇതൊന്ന് കുത്തി നോക്കാം. ഒരു കത്തിയോ സ്ക്യൂറോ വെച്ച് കുത്തിയതിന് ശേഷം അതിൻ്റെ സൈഡ് വശം ഒന്ന് വിട്ടു കൊടുക്കുക. അത് കുത്തി വരുമ്പോൾ അതിൻ്റെ തൊട്ട് പിടിച്ചിട്ടില്ലെങ്കിൽ വെന്ത് നന്നർത്ഥം കേട്ടോ. ഇനി ഞാനൊരു വേറൊരു പാനിലോട്ട് ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആവാനുണ്ടായിരുന്നു. കണ്ടോ, നല്ല സൂപ്പറായിട്ട് അടിവശം കരിയാണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്, ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് അതിൻ്റെ നമ്മൾ മറിച്ചിട്ട ഭാഗമില്ല ഒന്ന് ജസ്റ്റ് ഒന്നായി വന്നാൽ മതി. ഒരു 5 മിനിറ്റ് അത്രയേ വേണ്ട വരുള്ളൂ. കാരണം നേരിയേരി പെട്ടെന്ന് വെന്ത് കിട്ടുന്നില്ല. പിന്നെ തേങ്ങാപ്പാലും അതിനെ ഇതൊന്ന് തിരിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല സൂപ്പറായിട്ടായിട്ട് വന്നിട്ട് ഇതുപോലെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ചിക്കൻ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തത്. അല്ലാതെ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ വയറ്റി എടുക്കുന്ന സമയത്ത് ആ പീസ് തന്നെ മുകൾ ഭാഗത്ത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇതേപോലെ തന്നെ ഞാൻ ഇതിന് മുൻപ് അപ്പച്ചെമ്പില്ല, ആവിച്ചെമ്പ്, അതിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അതും ഒന്ന് കണ്ടു നോക്കാം. വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒരേ സെയിം തന്നെയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എളുപ്പം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സോസ് പാനിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ആവിയിലോട്ട് ഏതെങ്കിലും കിണ്ണത്തിലോ അല്ലെങ്കിൽ പ്ലേറ്റിലോ, ഒരു കുണ്ടുള്ള പ്ലേറ്റ് ഉണ്ടാവുമല്ലോ, ആ പ്ലേറ്റിൽ ഒഴിച്ചു കൊടുത്താലും മതി. ലെയറാക്കി അങ്ങ് ഒഴിച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഈ റെസിപ്പിയിലെ സ്റ്റീമറിൽ മാത്രമല്ല നമുക്ക് പോള ചെയ്യുന്ന പാനിലും ചെയ്യാമെന്ന് കാണിക്കുന്ന കാണിക്കേണ്ടിയിട്ട് ചെയ്ത പോളയാട്ടോ. അപ്പോൾ ഇതിനും ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മളിനിപ്പോൾ സ്റ്റീം ചെയ്താലും ഇനിയിപ്പോൾ സ്റ്റീമർ ഇല്ലാത്തവർക്ക് പോള പാനിലും ചെയ്യാമെന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അടുത്ത റെസിപ്പിയും ചിക്കൻ കൊണ്ടുള്ള ചിക്കൻ പോളയുടെ തന്നെ. ചിക്കൻ ആകുമ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടുമല്ലോ. ഇതാ 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് മസാല തയ്യാറാക്കി എടുക്കണം. ഇനി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 പച്ചമുളക് അരിഞ്ഞതും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെയൊക്കെ റോ ടേസ്റ്റ് മാറുന്നവരെ വഴറ്റിയെടുത്തതിന് ശേഷം ഒരു 2 വലിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം. അതുപോലെ പെട്ടെന്നൊന്ന് വഴറ്റിയിട്ടാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒന്ന് സോഫ്റ്റ് ആവാൻ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഉള്ളി ഇത്രയും ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാല പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി ഇതായി ഒരു 200 ഗ്രാമോളം ബോൺലെസ് ചിക്കന് മഞ്ഞളും ഉപ്പും മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഇവ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. കഴിയുമെങ്കിൽ മിക്സിയിലിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മസാലകൾ പിടിക്കാൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ അതിൽ മസാലകളൊക്കെ ചിക്കനിലോട്ട് പിടിച്ചിട്ടുണ്ട്. ഇത്രയായാൽ മതി. അധികം അങ്ങ് വയറ്റി ഉടക്കൊന്നും വേണ്ട. ഇത്രയാവുമ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. ഇപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതാ ഒരു മുട്ട ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ ബ്രെഡ് ക്രംസ് ഒരു 3 കപ്പോളം വേണം. ഞാനിത് ഇതിന് മുൻപ് വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സ് ആയിട്ട്. കാണേണ്ടവർ അതൊന്ന് കണ്ടു നോക്കട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് കൊടുക്കാം. ഇനി ഒരു ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 പച്ചമുളക് നല്ല എരിവുള്ള തന്നെ എടുക്കണേ. അതൊന്ന് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും 1/4 കപ്പോളം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 4 or 5 മുട്ട. അത് വലിപ്പം അനുസരിച്ചിട്ട് എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 4 മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിലുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 കപ്പ് പാൽ കൂടെ ഒഴിച്ചിട്ട് ഇതൊരു മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഇതാ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതാ ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ മുട്ടയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതാ ഒരു 3 കപ്പോളം ബ്രെഡ് ക്രംസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ നിന്ന് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ക്രംസ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ആ മുട്ടയുടെ കൂട്ടിലോട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ചെറിയൊരു തിക്നെസ്സിൽ, അധികം അങ്ങ് ലൂസും ആവരുത്, അധികം അങ്ങ് തിക്കും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിൽ ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ മുട്ട നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ ബ്രെഡ് ക്രംസ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. അത് 3 കപ്പ് തന്നെ വേണമെന്നില്ല. അത് നിങ്ങൾക്ക് ആ ലൂസ് കൺസിസ്റ്റൻസി മനസ്സിലാവില്ല. അധികം അങ്ങ് ലൂസായി പോരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ പോളയുടെ പാത്രം വെക്കുന്നതിന് മുൻപായിട്ട് ഇതുപോലൊരു ഫ്ലെയിം കൺട്രോളർ വെച്ച് കൊടുക്കാൻ മറക്കരുത്. ഇതിങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് എന്നാലന്ന് പോള നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ആയി കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് കേട്ടോ. ഇനി ചൂടായ ഫ്ലെയിം കൺട്രോളിൻ്റെ മുകളിലോട്ട് വീണ്ടും സോസ് പാൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഗീ ഒന്ന് തടവി കൊടുക്കും. കഴിയുമെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. കാരണം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടിയിലൊരു ഫ്ലെയിം കൺട്രോളർ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി ഇതാ അതിൽ നിന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാറ്റർ കോരി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി വെക്കുക. അതിൻ്റെ മുഴുവൻ ഒഴിച്ചു കൊടുക്കരുത്. പകുതി മാറ്റി വെച്ചതിന് ശേഷം വേണം നമുക്ക് ഇതുപോലെ ഒന്ന് ഫസ്റ്റ് ലെയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇനി എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച മസാലയില്ലേ, ഇതിൽ നിന്ന് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം അന്നേരം ഈ സമയത്തൊക്കെ വളരെ സ്ലോയിൽ വേണേ വെച്ച് കൊടുക്കാൻ. എന്നിട്ട് ഇതാ ഇതുപോലെ എല്ലാ ഭാഗത്തും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ലെയറിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ആ ബാറ്ററില്ല അത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഒരു സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആ ചിക്കൻ്റെ മസാല കവർ ചെയ്യുന്ന രീതിക്ക് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിക്ക് വേണം സെറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ കണ്ടോ, എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച മുട്ടയില്ലേ, അത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുട്ട കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വെച്ച് കൊടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ മസാല ഉണ്ടാക്കാൻ എടുക്കുന്നില്ലേ, ആ സമയത്ത് അതിൽ നിന്ന് ആ ക്രഷ് ചെയ്ത ചിക്കൻ കുറച്ച് മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഈ സമയത്ത് ഇതിൻ്റെ മുകളിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. മസാല ഇല്ലാത്ത ചിക്കൻ കേട്ടോ. ഇനി നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ ആഗ്രഹമെങ്കിൽ അങ്ങനെയും ചെയ്താൽ മതി കേട്ടോ. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടാനുസരണം ചെയ്തെടുക്കുക. ഇനി ഞാനിതൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ ഗ്ലാസ്സിലിട്ട് എടുക്കുന്നെങ്കിൽ അതിലൊരു ഹോൾസ് ഉണ്ടാവുമല്ലോ, അതൊരു ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ എൻ്റെതൊരു ഏകദേശം ഒരു 10-30 മിനിറ്റോളം ആയി കിട്ടാൻ. അപ്പോൾ എല്ലാവരുടെ ഫ്ലെയിമും ഒരേ ടൈം ആയിരിക്കില്ല, ചിലരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുൻപ് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പറഞ്ഞ ടൈമിനേക്ക് ആയിട്ടില്ലല്ലോ എന്നൊക്കെ. അതൊക്കെ ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിന്ന് വരും. അപ്പം ഞാനിതാ ഇതുപോലൊരു ഫ്ലെയിം കൺട്രോളർ വെച്ച് കൊടുത്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. പ്രത്യേകിച്ചിട്ട് അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കരിഞ്ഞു പോകാൻ വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഇത് ഒരു 30 മിനിറ്റോളം എനിക്കായിട്ടുണ്ട് കേട്ടോ നമ്മളിതാവാൻ. അപ്പോൾ ഇനി ഒന്ന് കുത്തി നോക്കാം. ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ കത്തിയോ വെച്ച് കുത്തി നോക്കുമ്പോൾ ഇതുപോലെ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉൾവശം കൂടെ വെന്തെന്നാണ് അർത്ഥം. ഇനി ഒന്ന് അതിൻ്റെ സൈഡ് വശം ഒന്ന് ഇളകി വരാൻ വേണ്ടി ഒരു കത്തിയോ സ്പാച്ചിലോ വെച്ചൊന്നിങ്ങനെ പതുക്കെ ഒന്ന് സൈഡ് വശം ഒന്ന് വിടുവിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്നിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ അതിങ്ങനെ വിട്ട് വരുന്ന ഒരു സൗണ്ട് കേൾക്കാമല്ലോ. അപ്പോൾ അത് നമുക്കൊരു വേറൊരു പാനിലോട്ട് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കണം. അതിനായിട്ട് കുറച്ച് ഗീ ഞാനൊരു പാനിലോട്ട് തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമുക്ക് ഈ പാനിലോട്ട് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് സെൻറ്ററിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. അത് സൈഡ് വശത്തോട്ടായി പോയി
ഞാനത് തിരിച്ചിട്ട് കൊടുത്തപ്പോൾ. ഇപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് അടിവശം കരിയാതെ കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എന്തായാലും ഒന്ന് അടിയിലൊരു പഴയ തവയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കാൻ നോക്കണേ. ഇപ്പോൾ രണ്ടാമതും ഞാൻ അതിൻ്റെ അടിയിലും പാനിൻ്റെ അടിയിലും വെച്ച് കൊടുത്തിട്ട് ബ്രെഡ് ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 5 മിനിറ്റോളം ആ തിരിച്ചിട്ട ഭാഗം ഒന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലോട്ട് ഫ്ലിപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇതാ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. കാണുന്ന ആ ഭംഗി മാത്രമല്ല, കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ആയിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ മുട്ട വെക്കണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ വെച്ച് കൊടുത്താൽ മതി. അടിവശമൊന്നും ഒട്ടും കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാവുമ്പോൾ നമുക്ക് നന്നായി കിട്ടും. അതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ ഞാനിപ്പോൾ എടുത്തത് കുറച്ച് കുണ്ടുള്ള ഒരു ടൈപ്പല്ലേ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ പാനിലും ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാ നോക്കിയേ, ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടില്ലേ. അടിവശമൊന്നും ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് പോള നല്ല പെർഫെക്റ്റ് ആയിട്ട് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. ചിലരൊക്കെ പറയുന്നേക്കാം ഉൾവശം വെന്തിട്ടില്ല, അതല്ലെങ്കിൽ ടൈം ഡിഫറൻറ്റ്. ടൈം എങ്ങനെ വ്യത്യാസം വരുന്നത്, ഓരോരുത്തരുടെ ഫ്ലെയിമിന് ഓരോ വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ കറക്റ്റ് ടൈം എനിക്ക് പറയാൻ പേടി കേട്ടോ. അല്ലെങ്കിൽ ചോദിക്കും നിങ്ങൾ പറഞ്ഞ ആ ടൈമിന് ആയിട്ടില്ലല്ലോ, അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം. ചില കമൻറ്റിലൊക്കെ എനിക്ക് വരാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാൻ നോക്കാം. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആ പാൻ ഒന്ന് ചൂടായി വരും. അടിയിൽ വെക്കുന്ന ഫ്ലെയിം കൺട്രോൾ ഒന്ന് ചൂടാകുമ്പോൾ അത് ലോ ഫ്ലെയിമിൽ പറ്റുമെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. എന്നിട്ട് കുറച്ച് സമയം എടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പോളായി കിട്ടും. പിന്നെ ഞാൻ പറയുന്നത് പോലെ 25 മിനിറ്റോ ചിലപ്പോൾ അത് 35-40 മിനിറ്റൊക്കെ ആയിന്ന് വരും. അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പോള റെസിപ്പീസ് അല്ലേ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും ഒരുപാട് റെസിപ്പീസ് എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട്. ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊക്കെ കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് കൂടെ ലിങ്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.